ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. വളരെ സന്തോഷത്തിലാണ് നവ്യയും നയനിയും നമ്മുടെ കനകയും നന്ദുവും ഒക്കെ. ആ ഒരു സന്തോഷ നിമിഷമാണ് നമ്മൾ കണ്ടത്. ഏതായാലും നന്ദുവിനെ കാണാനായിട്ട് നയനയും നവ്യയും കൂടെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അനിയത്തിനെ കണ്ട് അനിയത്തിക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുകയും അതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നവ്യക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, 2 പേരെ ഒതുക്കണം. അനന്തപുരി തറവാട്ടിലെ 2 പേരെ നീ SI ആയിട്ട് വേണം ഒന്ന് ഒതുക്കാനും. അപ്പോഴത്തേക്കുമാണ് കനക ചോദിച്ചത്, അതാരെയാ? അത് വേറെ ആരെയാ, എന്റെ ഭർത്താവിനെയും എന്റെ അമ്മായിയമ്മയെയും. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, നിയമം ഉണ്ടല്ലോ നമ്മുടെ വഴിക്ക് വന്നെന്ന് പറഞ്ഞേ, അത് കയ്യിലെടുക്കേണ്ടത് നല്ല രീതിക്ക് വേണ്ടി നല്ലതിന് വേണ്ടി മാത്രമാ, അല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നന്ദു നീ നിയമം കയ്യിലെടുക്കരുതെന്ന് പറഞ്ഞപ്പം, ഞാൻ നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും നയനേച്ചി. ഒരിക്കലും ഞാൻ ആർക്കും ദോഷം ചെയ്യാന് ഒരിക്കലും നിയമം കയ്യിലെടുക്കില്ല. എനിക്കിങ്ങനെ ഒരു അവസരം വന്നു, ഞാൻ SI ആയി, അതൊക്കെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എവിടെ നീതികേട് കണ്ടോ അവിടെ ഞാൻ പ്രതികരിച്ചിരിക്കും. ഇപ്പം ദേ ആ വീട്ടില് നീതികേട് നടക്കുന്നുണ്ടല്ലോ, അവിടെ എന്റെ ചേച്ചീനെ ഇട്ടേ മൂക്കുകൊണ്ട് ഇക്ഷായിണ്ണ എഴുതിക്കല്ലേ അമ്മായിയമ്മയും ഭർത്താവും കൂടി. അത് നീതികേടല്ലേ? വേണ്ടി വന്നാൽ അവരെ പെരുമാറേണ്ടി വന്നാൽ ഞാൻ പെരുമാറിയിരിക്കും. ഇപ്പോഴത്തെ ഈ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞപ്പോ കനക പറഞ്ഞു, അയ്യോ എന്റെ പൊന്നുമോളെ, അങ്ങനെയൊന്നും നീ ചെയ്തേക്കരുതേ. SI ആയെന്നും പറഞ്ഞുകൊണ്ട് നീ ദേ അനന്തപുരി തറവാട്ടിൽ കയറി കളിക്കരുത്. നിന്റെ ചേച്ചിമാരാ 2 പേരും അവിടെ ഉള്ളത്. ദയവ് ചെയ്ത് നീ അവിടെ കയറി കളിക്കരുതെന്ന് പറഞ്ഞപ്പോ, അതെന്താ അവിടെ കയറി കളിച്ചാലോ കുഴപ്പമിരിക്കുന്നത്? അവിടെ ഒതുങ്ങാത്തവരെയൊക്കെ ഞാൻ ഒതുക്കും, നോക്കിക്കോ. ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എന്റെ ചേച്ചിമാര് കണ്ടോന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ്, വേണ്ട മോളെ, അതിന്റെ കാര്യമില്ല. പിന്നെ ജലജ അപ്പച്ചി നന്നാകത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഭിയുടെ കാര്യം, അഭി നന്നാകും, ഒരു കുഞ്ഞൊക്കെ ആവട്ടെ, ഏതായാലും നമുക്ക് നന്നാക്കി എടുക്കാം. അല്ലാതെ അത് പോലീസിന്റെ വഴിക്കൊന്നും വേണ്ട. അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും അതുപോലെ തന്നെ ജയേട്ടനും പിന്നെ എന്റെ അമ്മായിയമ്മയ്ക്കും ഒക്കെ നാണക്കേടായി തീരും. അതുകൊണ്ടാ ഈ ചേച്ചിയുടെ ജീവിതം അത് ഞങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം സേഫ് ആയിരിക്കും. അതുപോലെ നിനക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ നയനേച്ചി ജീവിക്കുന്നത് പോലെ തന്നെ നവ്യേച്ചിയും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ഞാൻ എന്റെ നന്ദൂട്ടന്റെ കൂടെയാണ് കേട്ടോ. ദേ എന്തിനും നന്ദൂട്ടാ, ഞാൻ കട്ടയ്ക്ക് നിന്റെ കൂടെ ഉണ്ട്. എന്റെ അമ്മായിയമ്മയും എന്റെ കെട്ടിയനെയും ഒതുക്കാനാണെങ്കിൽ അതെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് നീ മറക്കണ്ടാട്ടോ. ഇവരിങ്ങനെ പലതും പറയും, എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ. എന്റെ ജീവിതം ഇങ്ങനെയായി പോകാനുള്ള കാരണം ഞാൻ തന്നെയാണ്. എങ്കിലും അതങ്ങ് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് അങ്ങ് വിഷമായി പോയിട്ടോ. നയനയ്ക്കും കനകയ്ക്കൊക്കെ വിഷമായി പോയി. അപ്പം കനക പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, നീ വിഷമിക്കണ്ട. നീ ഇപ്പം നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ദൈവം നിന്റെ ഈ കണ്ണീരും നിന്റെ ഈ വിഷമം ഒന്നും കാണാതിരിക്കത്തില്ല. ഈ കുഞ്ഞങ്ങ് പിറന്നോട്ടെ. ഈ കുഞ്ഞ് പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി മാറും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാക്ക മലർന്ന് പറക്കും, പക്ഷെ അഭി മാറും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാ. ഈ സമയമാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് വന്നിട്ട്, ഇതാരാ വരുന്നത്? ഇത് ആദർശ് മോനാണല്ലോ, അല്ല ഇതെന്തു പറ്റി ഇപ്പൊ ഇങ്ങോട്ട് പെട്ടെന്നൊരു വരവ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കനക. അപ്പോഴത്തേക്കും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നയന, എന്നോട് എല്ലാ കാര്യവും പറഞ്ഞായിരുന്നു. പിന്നെ ഞാന് ലേറ്റ് ആയത് വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെറും കൈയോടെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ, ഇവിടെ ഒരു ഗജകില്ലാടി ഉണ്ടല്ലോ. ഇനിയിപ്പം SI അല്ലേ, നമ്മളൊക്കെ സല്യൂട്ട് അടിക്കേണ്ട വരുമോ നയനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദൂട്ടൻ പറഞ്ഞു, പോ ആദർശേട്ടാ കളിയാക്കാതെ. സല്യൂട്ട് അടിക്കാനോ നിങ്ങൾ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കാനോ? ഞാനല്ലേ സല്യൂട്ട് അടിക്കേണ്ടത്. ഞാൻ എത്ര വലിയ പദവിയിലെത്തിയാലും എൻ്റെ ചേച്ചിമാര് എന്നും എൻ്റെ ചേച്ചിമാര് തന്നെ ആയിരിക്കും. അതുപോലെ ആദർശേട്ടനും അങ്ങനെ അനന്തപുരി തറവാട്ടിലെ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഓ അങ്ങനെയൊന്നും വേണ്ടാട്ടോ, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണം. ആരുടെയും മുഖം നോക്കി നിയമം തെറ്റിക്കാൻ പാടില്ല. അതാ വേണ്ടത്. പിന്നെ നിന്റെ ആഗ്രഹമല്ലായിരുന്നോ ഒരു പോലീസ് ഓഫീസർ ആകുക എന്നുള്ളത്? നിന്റെ ആഗ്രഹം നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തു. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുക. അത് നീ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന എനിക്ക് അറിയുകയും ചെയ്യാം. കാരണം നീ ആഗ്രഹിച്ച് നേടിയ ജോലിയാ. പിന്നെ ഒരു 10 പേരല്ല 20 പേര് വന്നാലും ഇടിച്ചിടാനുള്ള ശക്തി നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് പറ്റിയ ജോലി ഇത് തന്നെയാ മോളെ. ഏതായാലും ഒരു SI ഒക്കെ അല്ലേ, SI സെലക്ഷൻ കിട്ടിയതൊക്കെ അല്ലേ,
എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ചെറിയൊരു മാലയല്ല, അത്യാവശ്യം നല്ലൊരു മാല എടുത്തിട്ട് ഇത് നമ്മുടെ നയനയുടെ കൈ കൊടുത്തിട്ട് നയനെ ഇതിട്ട് കൊടുക്കാൻ പറയാണ് കേട്ടോ നമ്മുടെ ആദർശ്. അപ്പോഴത്തേക്കും കനക പറഞ്ഞു, അയ്യോ ആദർശ് മോനെ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, ഇത് വേണം, ഇത് ഞങ്ങളുടെ വകയൊരു സമ്മാനമാ എന്ന് പറഞ്ഞ് ഇത് കഴുത്തിലിട്ട് കൊടുത്തപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അതെ മോളെ, എന്റെ കയ്യിൽ സമ്മാനമൊന്നും ഇല്ലാട്ടോ, അറിയാലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതും വിഷമായി പോയിട്ടോ നമ്മുടെ നന്ദുവിനും കനകയ്ക്കും ആദർശിനും നയനയ്ക്കും ഒക്കെ. അങ്ങനെ നയന പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചിയും കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് കണ്ടാൽ മതി, അല്ലാതെ വേറൊന്നും ആയിട്ട് കാണണ്ട, ഇത് ചേച്ചിയും കൂടെ ഇത് നമ്മൾ 3 പേരും കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റാ എന്നൊക്കെ പറയാണ്. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഈ സമയത്താകട്ടെ അനാമികയ്ക്ക് ഒരു ഇരിക്കപ്പുറതിയില്ല. അനാമികയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഇനി അവൾ SI കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവളുടെ ജാടയും അഹങ്കാരവും ഒക്കെ കാണണം, പിന്നെ അവൾക്ക് ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് കയറി വരാലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജലജ എന്നിട്ട് മോക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റാനാ, അവൾമാർക്ക് ചാകരയല്ലേ ചാകര, 2 കൂടെ പോയിരിക്കുക അനിയത്തിനെ സൽക്കരിക്കാനായിട്ട്. ഇനിയിപ്പോ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരാലോ, നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയാ, അത് മാത്രമല്ല മോളെ, ഈ തറവാട്ടില് ഇപ്പൊ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. പണ്ടൊന്നും നടക്കാത്ത കാര്യങ്ങളൊക്കെയാ, മോക്ഷണം, അതുമാത്രമല്ല വധശ്രമം, ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. അന്ന് അനാമിക മോൾക്ക് കുറച്ച് സ്വർണം തന്നായിരുന്നല്ലോ ഏടത്തി, അതിൽ നിന്ന് ഒരു നെക്ലേസ് കാണാതെ പോയില്ലേ, അതും അതുപോലെ തന്നെ ഏടത്തിക്ക് പാലില് വിഷം കൊടുത്ത് ആരോ വിഷം കൊടുക്കാൻ ശ്രമിച്ചതും, ഇതൊക്കെ തെളിയാൻ കിടക്കുന്ന കേസുകളല്ലേ. ഇനിയിപ്പം അവൾ SI ആയിട്ട് വന്ന് ഇതൊക്കെ തെളിയിക്കുമെന്നാ, അങ്ങനെ തെളിയിക്കാനേ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ജലജ വിചാരിക്കുന്നുണ്ട്, ഇവള് കുറച്ചങ്ങോട്ട് തീ തിന്നട്ടെ, അല്ലെങ്കിൽ ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. ഇത് കേട്ടപ്പോഴത്തേക്കും അനാമികയുടെ പാതി ജീവൻ പോയി എന്ന് വേണം പറയാന്. എന്റെ ഈശ്വര, ഇനിയിപ്പോ അവൾ SI ആയിട്ട് വന്നിട്ട് സത്യങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വേറെ ആരുമല്ല, അനാമിക തന്നെയാണല്ലോ. ഏതായാലും അനാമിക ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ. അനാമിക നേരെ രേവതിനെയും അതുപോലെ വേണുവിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ SI സെലക്ഷൻ കിട്ടിയെന്നും ഇതാണ് സംഭവം എന്നും. ഇനി ഒരു കളിയും നടക്കാൻ പോകുന്നില്ലമ്മ, ഇനി എന്തെങ്കിലും കളി നടന്നു കഴിഞ്ഞാല് അവള് നമ്മളെ പൊക്കും, അറിയാലോ, അവളുടെ ഒരു ഇടി കിട്ടിയ പിന്നെ ചത്തെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വേണു പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം, ഏതായാലും മോള് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കണം, നിനക്ക് കഴിവുണ്ടെങ്കിലേ നിനക്ക് അവിടെ പതിയെ 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 നിന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിലാക്കാൻ പറ്റും, നിന്റെ കഴിവുകേടെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അച്ഛനങ്ങ് പറഞ്ഞാ മതി, ഞാൻ ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇവിടെ അനിക്കാണ് എന്നെ കണ്ണിന് കണ്ടുകൂടാ, എനിക്ക് അവനെ എന്റെ മുമ്പിൽ വരുന്നത് തന്നെ കലിപ്പ, മോളെ നീ അങ്ങനെ ചെയ്യരുത്, മോളുടെ ഭർത്താവാണ് നീ ആ സ്ഥാനത്ത് കാണവനെ, അവനെ എങ്കിലും മയക്കി കയ്യിലാക്കാൻ നോക്ക്. കണ്ടില്ലേ, നയനയും ആ ആദർശം കീരിയും പാമ്പുവാന്നാ പറഞ്ഞു കേട്ടത്, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, ഇപ്പൊ 2 പേരും അടയും ചക്കരയും പോലെ. അതുപോലെ അനിയെ നീ മാറ്റിയെടുക്കുകയാണെങ്കിലേ പതിയെ പതിയെ ആദർശിനെയും അനിയെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റും, പിന്നെ നിന്റെ കയ്യിലായിരിക്കും എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. എവിടെന്ന് അനാമിക ഇതുവല്ലോ കേൾക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം ഇവരാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കും നേരെ ഫോൺ വിളിക്കുകയാണ്. നയനെ ഇവിടെ വരാത്തത് കൊണ്ടാണ് കേട്ടോ വെപ്രാളം നമ്മുടെ ദേവയാനിക്ക്. അങ്ങനെ നയനെ വിളിച്ചാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ആദർശിനെ വിളിക്കുകയാണ്. അപ്പൊ നീ എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനുള്ളത് വേറെ എവിടെയല്ല, ഇപ്പം ഞാൻ നയനയുടെ വീട്ടിലാന്ന് പറഞ്ഞപ്പോ നീ അവിടെ പോയത് എന്തിനാ, അത് പിന്നെ SI സെലക്ഷൻ കിട്ടിയതല്ലേ, അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ നീ കൂടുതൽ നേരം അവിടെ നിൽക്കുമെന്ന് വേണ്ട, നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമ്പം അവളെയും കൂട്ടിയേരെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവളെ കൂട്ടാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ, അവളില്ലാതെ നിനക്ക് ഇവിടെ വന്നാൽ ഉറക്കം വരില്ലല്ലോ, പിന്നെ നീ വീണ്ടും അവളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയാലേ എനിക്കത് സഹിക്കില്ല, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ പറയാണ് കേട്ടോ. ഏതായാലും നയനി ഇല്ലാതെ സത്യം പറഞ്ഞ് ഇപ്പൊ ഉറക്കം വരാത്തത് നമ്മുടെ ദേവയാനിക്കാണ്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ 7:30 അല്ല, ഇപ്പൊ നമ്മൾ 7:17, 18 ആകുമ്പോഴത്തേക്കും വിശേഷം അപ്ലോഡ് ചെയ്യാറുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷവും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും വിശേഷം നമ്മൾ വേറൊരു ചാനലിൽ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്നാണ് ചാനൽ, റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ചാനലിന്റെ പേര്. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശന്റെയും അപ്കമിങ് വിശേഷങ്ങൾ, അത് വരാനിരിക്കുന്ന വിശേഷവും നമ്മൾ വേറൊരു റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആവശ്യമുള്ളവര് കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.